സംഘികളുടെ തോഴനും കളരിയാശാനുമായ കെ സുധാകരൻ ഗവർണറാകാൻ അണിയറ നീക്കം നടത്തുകയാണെന്ന് പറഞ്ഞത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. പിന്നെ സഖാക്കളും അത് ഏറ്റുപാടി. ഇന്നത്തെ കതറുകാരൻ നാളത്തെ കാവ്യക്കാരനാകുമെന്ന് പറഞ്ഞ് സഖാക്കൾ കത്തിക്കയറുന്നതിനിടെയാണ് ഇ.പി. സഖാവ് ചില അപ്രിയ സത്യങ്ങൾ കുമ്പസാരിച്ചത്. ഏതായാലും സത്യം തെളിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് സഖാക്കളും ജനസംഘക്കാരും ജയിലിലുണ്ടാക്കിയ അന്തർധാരയുടെ തുടർച്ചയാണിതെന്ന് വിമർശകർ തട്ടിവിട്ടു. പാവം കോൺഗ്രസ്സുകാരെ നാട്ടുകാർ തെറ്റിദ്ധരിച്ചു. ഇ.പി. ജയരാജൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചുഴിഞ്ഞ് ചിന്തിച്ച് ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തിയത്. ചില കേസുകൾ ഒതുക്കി അന്തർധാര കൂടുതൽ സജീവമാക്കാൻ കരുത്തനായ ഒരു പെരിയ സഖാവ് ബ്രോക്കറായി ഇ.പി. ജയരാജനെ അയച്ചെന്നാണ് സതീശൻ ജി ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത്. ബി.ജെ.പിക്കാരെ ചില മണ്ഡലങ്ങളിൽ ജയിപ്പിച്ച് ബാക്കി സ്ഥലങ്ങളിൽ വിപ്ലവ പാർട്ടിക്കായി സംഘി വോട്ടുകൾ മറിക്കാൻ ധാരണയായിരുന്നുവെന്നായിരുന്നു സതീശൻ്റെ നിഗമനം. ഇ.പിയെ കാണാൻ ബി.ജെ.പി. പ്രഭാരി ജാവദേക്കർജി പോകുന്നതും കുറേ സമയം കഴിഞ്ഞ് മടങ്ങുന്നതും ചില ഒളിഞ്ഞു നോട്ടക്കാർ കണ്ടുപിടിച്ച് നാറ്റിക്കുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ഒരു ചായയും കണ്ണൂരപ്പവും കഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതലെടുത്തെന്നും നിരീക്ഷകൻ കണ്ടുപിടിച്ചു. വിപ്ലവ പാർട്ടിയുടെ മതനിരപേക്ഷത കുറച്ചു നാളായി പ്രത്യേക ഡയറക്ഷനിൽ തിരിയുന്നുവെന്ന ആരോപണം സംഘികൾ കുറേ കാലമായി ഉന്നയിക്കുകയും കോൺഗ്രസ്സുകാർ രഹസ്യമായി സമ്മതിക്കുകയും ചെയ്യുന്നു. വർഗീയവാദികളെ വഴിവിട്ട് പിന്തുണച്ചാൽ പരമ്പരാഗത വോട്ടർമാർ കൈവിടുമെന്ന് വിപ്ലവ പാർട്ടിയിലെ പഴഞ്ചന്മാർ പരസ്യമായി പറഞ്ഞു തുടങ്ങി. ഒത്തുതീർപ്പുകൾക്കൊടുവിൽ നേട്ടങ്ങൾ ചിലരിൽ ഒതുങ്ങുകയും മറ്റു ചിലർ തഴയപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് താത്വിക അവലോകനം. സഖികെട്ട സഖാക്കളുടെ ചാവേറായി ഇ.പി. ജയരാജൻ മാറിയെന്നതാണ് സത്യമെന്നും പഴഞ്ചന്മാർ വെളിപ്പെടുത്തുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുപോയാൽ ഇന്നോവ കാർ വരുമെന്ന ആശങ്കയുള്ളതിനാൽ മൗനമാണ് വിദ്വാൻമാർക്ക് ഭൂഷണം. എന്തായാലും ഒട്ടും മെനക്കെടാതെ തന്നെ കുളം നന്നായി കലങ്ങുമെന്നതിൽ സംഘികൾ മാത്രമല്ല കൊങ്ങികളും ഹാപ്പിയാണ്. ഇതിൽ പരം സന്തോഷം മറ്റൊന്നിനുമില്ല.